പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും ഫേവറിറ്റ് ഫുഡാണ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ചോറ് പ്രത്യേകം വേവിക്കാതെ അതേ പാനിൽ തന്നെ വെജിറ്റബിൾസിനോടൊപ്പം ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ പറയുന്നു. നേരത്തെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഇത് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാം. ജോലിക്ക് പോകുന്നവർക്ക് ഇതേറെ സഹായകരമാണ്. ഇങ്ങനെ ടേസ്റ്റിയായും ന്യൂട്രീഷ്യസുമായ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് ബാസ്മതി റൈസ് നല്ലവണ്ണം കഴുകി സോക്ക് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, കോണ്, ബീൻസ്, ഗ്രീൻ പീസ്, ഒനിയൻ, ക്യാപ്സിക്കം എന്നിവയാണ്. അതുപോലെ ഞാനിവിടെ ക്യാബേജ് ചേർത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ അത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ മസാലയ്ക്ക് വേണ്ടി ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി എന്നിവ എടുത്തു വെക്കണം. ഈ സമയം കുതിരാൻ വെച്ചിരുന്ന അരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിൽ നെയ്യോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴികെയുള്ള മറ്റുള്ള ഏതെങ്കിലും ഓയിലോ ഒഴിച്ച് മസാല ഇടുക. കൂടെ ഒരു പച്ചമുളകും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വഴറ്റുക. പേസ്റ്റിന് പകരം ജിഞ്ചറും ഗാർലിക്കും ചെറുതായി അരിഞ്ഞിട്ടാലും മതി. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് റേസിൻസ് ഇടുക. റേസിൻസ് ഇല്ലെങ്കിൽ ചെറുതായിട്ടരിഞ്ഞ പൈനാപ്പിൾ ഇട്ടാലും മതി. അങ്ങനെ ഇതൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി കൂടി ഇടുക. എന്നിട്ടത് 1 മിനിറ്റ് ഇട്ടിളക്കുക. അരി ചെറുതായി ഫ്രൈ ചെയ്ത് വരണം. ഈ ഫുഡിൻ്റെ പേര് തന്നെ ഫ്രൈഡ് റൈസ് എന്നാണല്ലോ. അങ്ങനെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഓരോന്നായി ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കുക. എല്ലാം മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് തിളച്ച 4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ ജ്യൂസും ഒഴിക്കുക. താല്പര്യമെങ്കിൽ മാഗി ക്യൂബ്സ് 2 എണ്ണം ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടച്ചു വെച്ച് വേവിക്കുക. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് 1 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ അത് വെക്കാം. അങ്ങനെ 1 മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് വീണ്ടും തുറന്ന് നോക്കണം. അപ്പോൾ ആ ചോറും വെജിറ്റബിൾസും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കട്ട പിടിക്കാതെ നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഈ ഫുഡ് കാണാനും കഴിക്കാനും വളരെ നല്ലതാണ്. ഇതിനകത്തേക്ക് ഇനി ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. അങ്ങനെ ഈ സിമ്പിൾ റെസിപ്പിയിലേക്ക് മല്ലിയിലയും കൂടെ ചേർക്കുക. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ടേസ്റ്റിയായിട്ടും ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി. ഇത് നോൺ വെജ് കറിയുടെ കൂടെയും കേടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.